നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ഓട്ടോക്കാരൻ ഷാജിയെ വിളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെന്ന് രോഹിത്ത് ഷാജിയോട് പറഞ്ഞു, ഷാജി ചേട്ടാ ബാ കയറി വാ, അകത്ത് കയറിയിരിക്കാന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്നോളാം. അത് വേണ്ട, അകത്തേക്ക് വന്ന് കയറിയിരിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് ശരണ്യയുടെ അമ്മയും കൂടെ വീടൊക്കെ നോക്കണം. കാരണം അവർക്ക് അത്ഭുതം, ഇത്രയും വലിയ വീട്ടിലാണോ അലീന താമസിക്കുന്നത് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. ആ സമയം ശരണ്യ പറഞ്ഞു, എന്നാലും അമ്മേ ഇത്രയും വലിയ വീട്ടിൽ അലീനച്ച് ഇത് എവിടെയായിരിക്കും കിടക്കണമെന്ന് ചോദിച്ചു. അത് ചിലപ്പം അടുക്കളപ്പുറത്ത് എവിടെയായാലും ചെറിയൊരു മുറി കാണുമായിരിക്കും, അവിടെ ആയിരിക്കും. ജോലിക്കാരിയല്ലേ, അപ്പം ജോലിക്കാരിയാകുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ വീട്ടിൽ കഴിയുന്നുണ്ടായിരിക്കുക എന്നൊക്കെ ശരണ്യയുടെ അമ്മയും പറയാണ്. അപ്പോഴേക്കും ഷാജിയും കൂട്ടിക്കൊണ്ട് രോഹിത്ത് അകത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഷാജിച്ചേട്ട ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ അലീനച്ച് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ രോഹിത്ത് അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് കയറിപ്പോയിട്ട് ബബിതയും കൃഷ്ണമോളെയും വിളിച്ചുകൊണ്ട് വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഷാജിയും ശരണ്യൊക്കെ നോക്കണം. അപ്പം അവർക്കറിയില്ല ആരാ എന്താ ഏതാന്നൊക്കെ. ആ സമയം രോഹിത്ത് പറഞ്ഞു, ഇതെൻ്റെ അനുജത്തിമാര്, ഇത് ബബിത, ഇത് കൃഷ്ണമോളെന്ന് പറഞ്ഞു. പിന്നീട് അവരോട് പറഞ്ഞു, ഇതാണ് ശരണ്യ. അത് കേട്ടപ്പം ശരണ്യനെ നോക്കിയവർ. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അലീനേച്ചി എപ്പോഴും പറയാറുണ്ട് ഒരു പൂച്ചക്കുട്ടിയെ പോലെയാന്ന്. പിന്നെ ഇത് ശരണ്യയുടെ അമ്മ, പിന്നെ ഇത് ഓട്ടോക്കാരൻ ഷായിച്ചേട്ടൻ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, ഷായിച്ചേട്ടനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. പിന്നെ ഷായിച്ചേട്ടനല്ലേ അലീനേച്ചി രക്ഷിച്ചേ? അല്ല അത് നിങ്ങളും അറിഞ്ഞോന്ന് ചോദിച്ചു. പിന്നല്ലേ ഞങ്ങൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ശരണ്യ പറഞ്ഞു, അല്ല അലീനേച്ചിയെ കാണിക്കാം, ബാ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഭാവിത അലീനയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അവർ രണ്ടുപേരെയും കൂടെ. ഈ സമയത്ത് രോഹിത് ചോദിച്ചു, അല്ല ഷായിച്ചേട്ടന് കാണണ്ടെന്ന് ചോദിച്ചു. അവർ പോയി കണ്ടിട്ട് വരട്ടെ, ഞാൻ പുറത്തിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഷാജി എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അലീനയുടെ മുറിയിലേക്ക് വന്നിട്ട് ബബിത പറഞ്ഞു, അതെ അലീനേച്ചിക്ക് വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. വിസിറ്ററോ? എനിക്കോ? അതെ വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതാരാന്നുള്ള രീതിക്ക് അലീന നോക്കുവാണ്. അപ്പോഴേക്കുമാണ് ഓടി വന്നിട്ട് ശരണ്യ കെട്ടിപ്പിടിക്കുന്ന അലീനേച്ചി എന്ന് പറഞ്ഞിട്ട്, നീയോ മോളെന്ന് ചോദിച്ചു. അതെ, അലീനേച്ചിയെ കാണാതെ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. ശരണ്യയുടെ അമ്മ പറഞ്ഞു, എനിക്കൊരു സമാധാനം തരത്തില്ലായിരുന്നു, ഇവള് നിരാഹാര സമരം നടത്തുമായിരുന്നല്ലോ അവിടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, മോളെ നിനക്കൂടെ പനി പിടിക്കുമെന്ന് പറഞ്ഞു. അതെ അലീനേച്ചിയുടെ പനിയല്ലേ, എനിക്ക് പിടിച്ചോട്ടെ എന്ന് പറയും. എൻ്റെ പനിയല്ല, ഇത് വൈറസാന്ന് പറഞ്ഞു. ഏത് വൈറസ് ആണെങ്കിലും അലീന ചേച്ചി ശരീരത്തുള്ളല്ലേ, എനിക്കിഷ്ടമുള്ള കാര്യമെന്ന് പറഞ്ഞു. വേണ്ട കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യ പറഞ്ഞു, അത് അലീന ചേച്ചി, എനിക്ക് അലീന ചേച്ചിയെ കാണാത്തതുകൊണ്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു പറഞ്ഞു. പിന്നീട് അലീനയുടെ മുഖം എടുത്ത് കയ്യിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ അതിൽ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്, മുഖത്ത് കൈ വെച്ചിട്ട്. അപ്പോഴേക്കും അലീന ചേച്ചി എന്താ മോളെ നോക്കണമെന്ന് ചോദിച്ചു. എനിക്ക് കണ്ടിട്ട് കൊതിയെ മതിയാവുന്നില്ല എന്ന് പറഞ്ഞു. ആഹാ അത് കൊള്ളാലോ. പിന്നീട് അലീനയോട് ശരണ്യയുടെ അമ്മ പറഞ്ഞു, അതെ ഇപ്പോൾ അവിടെ എനിക്ക് ഒരു സമാധാനം തരുന്നില്ല, ഞാൻ പറഞ്ഞതാ അലീനയ്ക്ക് പനിയാണ്, പനി കുറഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന്. പക്ഷേ ഇവൾ അതൊക്കെ ഒന്ന് കേൾക്കണ്ടേന്ന് ചോദിച്ചു. ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. എത്ര പറഞ്ഞാലും ഇവളുടെ തലയിലേക്ക് കയറില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ടുകൊണ്ട് ബബിത ഇങ്ങനെ നിൽക്കുകയാണ്. ബബിതയ്ക്ക് മനസ്സിലായി ശരണ്യയ്ക്ക് എത്രമാത്രം അലീനയോട് സ്നേഹമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും അലീന പറഞ്ഞു, മോളെ നീ ഇത്തിരി മാറി നിൽക്കുക, ഇനി പനി പിടിപ്പിക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ. വേണ്ട അലീന ചേച്ചി, എനിക്ക് സാരമില്ല എന്ന് പറഞ്ഞു. അതെ അലീന ചേച്ചിയുടെ അടുത്ത് ഞാൻ നിൽക്കട്ടെ എന്ന് ചോദിച്ചു. നിൽക്കാനാ? അതേന്നേ, എനിക്ക് അലീന ചേച്ചിയുടെ അടുത്ത് നിന്ന് പോവാൻ തോന്നത്തില്ല, അലീന ചേച്ചിയുടെ അടുത്ത് നിൽക്കാനാ തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഇതൊക്കെ ഇപ്പം പറയും, ഞാനേ അധികം നാളൊന്നും ചിലപ്പോൾ ഇവിടെ കാണത്തില്ല, ഇവിടെ നിന്ന് ഞാൻ വേറെ എങ്ങോട്ടേലും മാറിപ്പോവും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അലീന ചേച്ചിയുടെ കൂടെ വരുമെന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പം എവിടെയെങ്കിലും ജോലിക്ക് പോണ സമയത്ത് 2 പേർക്കുള്ള ജോലി വേണമെന്ന് പറയണമല്ലേ, അങ്ങനെ പറഞ്ഞു വേണം ജോലി മേടിക്കാനല്ലേ എന്ന് ചോദിച്ചു. അത് വേണ്ട, 2 പേർക്കുള്ള ജോലിയുടെ കാര്യം പറയണ്ട, ഒരാളുടെ ജോലിയുടെ കാര്യം പറഞ്ഞാൽ മതി, ഞാനേ അലീനച്ചിയുടെ കൂടെ നിന്നോളാന്ന് പറഞ്ഞു. ഓഹോ, അപ്പം എന്നെ പറ്റി ജീവിക്കാനാണ് നിൻ്റെ ഉദ്ദേശമല്ലേന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പിന്നീട് ബബിത നോക്കിയിട്ട് പറഞ്ഞു, ഇത് ശരണ്യയുടെ അമ്മയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, പിന്നെ എനിക്കറിയത്തില്ലാത്ത പോലെ ഞാൻ വഴിയിൽ നിന്ന് പോയ ആൾക്കാരല്ലേ പിടിച്ചുകൊണ്ട് വന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരണ്യ പറഞ്ഞു, ഞങ്ങൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു അലീന ചേച്ചി എന്ന് പറഞ്ഞു. കൊള്ളാലോ എന്ന് പറഞ്ഞു. അല്ല എന്താ കുടിക്കാൻ എടുക്കണ്ടേന്ന് ചോദിച്ചു ശരണ്യയുടെ അമ്മയോടുമായിട്ട് ബബിത. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ പറഞ്ഞു, അതൊന്നും വേണ്ട, ഒന്നും കുടിക്കാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ആ സമയം അലീന പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചായ എടുക്ക് എന്ന് പറഞ്ഞു. അല്ല ചേച്ചിക്ക് എന്താ വേണ്ട? എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഞാൻ കുറച്ചു മുമ്പ് ഒരു ചുക്കാപ്പ് കുടിച്ചല്ലേ, എനിക്കൊന്നും വേണ്ട, മോള് പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ബബിത ചായ എടുക്കാണ്ട് താഴേക്ക് പോയി കഴിഞ്ഞപ്പോൾ
ശരണ്യയുടെ അമ്മ ചോദിച്ചു, അല്ല ആ കുട്ടിക്ക് മോളോട് എന്തെങ്കിലും ദേഷ്യം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല, ദേഷ്യമൊന്നും ഇല്ല, അവളുടെ സ്വഭാവം അങ്ങനെയാണ്. ദേഷ്യമുണ്ടെന്ന് അവൾ പുറമെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന, പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല സ്നേഹം എന്നോടെന്ന് പറഞ്ഞുകൊണ്ട് അലീന ശരണ്യയെ ചേർത്ത് പിടിക്കുക. ഈ സമയത്ത് ഓട്ടോക്കാരൻ ഷാജിയുടെ അടുത്തേക്ക് രോഹിത്ത് വന്ന് സംസാരിക്കുന്ന സമയത്താണ് കൃഷ്ണമോൾ ചായയൊക്കെ ആയിട്ട് വരുന്നത്. ഇതേ ഷായിച്ചേട്ടാ ചായ എടുക്കാൻ പറഞ്ഞു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, എടുക്കാൻ പറഞ്ഞു. അതെ, ഷായിച്ചേട്ടനെ കുറിച്ച് അലീന ചേച്ചി ഇവിടെ പറയാറുണ്ട്. പിന്നെ ഞങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അലീന ചേച്ചി രക്ഷിച്ച ഷായിച്ചേട്ടനല്ലേന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അലീനയോട് ഒന്ന് പറയാറുണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ ഉണ്ടോന്നോ? എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്, ചേച്ചി ഞങ്ങളോടൊന്നും മറച്ചു വെക്കാറില്ലെന്ന് പറഞ്ഞു. അത് ഷാജിക്ക് ഒരു അത്ഭുതം തന്നെയായിരുന്നു. കാരണം ജോലിക്കാരിയാണ്, എന്നിട്ട് അവൾ ഈ വീട്ടിൽ വന്ന എല്ലാ കാര്യങ്ങളും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നീട് കൃഷ്ണമോൾ അകത്തേക്ക് പോയി ചായയൊക്കെ എടുത്തുകൊണ്ട് നേരെ വൈജയുടെ മുറിയിലേക്ക് എല്ലുവാണ്. വൈജയുടെ മുറിയിലേക്ക് എത്തിട്ട് പറഞ്ഞു, അമ്മേ ഇത് ചായ എന്ന് പറഞ്ഞു. ഇതെന്താടി ഈ സമയത്ത് പതിവിലും വീരിയതുമായിട്ട് ചായ? ഈ സമയത്ത് ചായയൊന്നും ഇല്ലാത്താണല്ലോ, ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, ശരണ്യ വന്നിട്ടുണ്ട്. ശരണ്യോ? അതെ, ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി അതിജീവിത. അവളോ? അതെ, ശരണ്യ മാത്രമല്ല ശരണ്യയുടെ അമ്മയുണ്ടെന്ന് പറഞ്ഞു. അവരെന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേ? ആ കൂതറകൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അതെ അമ്മേ, ഒന്ന് പതുക്കെ പറ, അവർ കേൾക്കും. കേൾക്കട്ടെ, കണ്ട കൂതറകൾക്കൊന്നും കയറി നിരങ്ങാനുള്ള വീടല്ലേ ഇത്. അതെങ്ങനെയാ? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു പറഞ്ഞു. അപ്പം അമ്മ ഇപ്പം ഇല്ലേ? അമ്മ ചത്തുപോയെന്ന് ചോദിച്ചു. എടി, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. എൻ്റെ കയ്യിൽ അധികാരമില്ലല്ലോ ഇപ്പം. അധികാരം മുഴുവൻ അലീനെന്ന് പറയുന്ന പിശാചിൻ്റെ കയ്യിലല്ലേ. എൻ്റെ കയ്യിൽ അധികാരമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഒരുത്തിമാരെ ഇവിടെ കയറ്റത്തില്ലായിരുന്നു പറഞ്ഞു. അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ദേ, രോഹിത്തേണ്ണൻ ഇപ്പം പുറത്തിറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ആരാന്നറിയാവോ? ശരണ്യാണ്. ശരണ്യ ഒരു പക്ഷേ കോടതിയിൽ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ രോഹിത്തേണ്ണൻ ഇപ്പോഴും അകത്ത് കിടന്നേനും. ശരണ്യയുടെ മനസ്സിന് നല്ല മനസ്സിന് നന്ദി പറയോ അമ്മ ചെയ്യണ്ടേ. അമ്മ ശരിക്കും നല്ലവളാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ചെന്നിട്ട് തൻ്റെ മോനെ രക്ഷിച്ചാന് ഒരു 2 നന്ദി വാക്ക് പറയും. അതിന് പകരം എടി ഞാൻ ചെന്ന് അവളുടെ കാല് വീഴണല്ലേ, എൻ്റെ പട്ടി പറയൂടി. അവരുടെ അടുത്ത് പോയി നന്ദി വാക്ക് പറയണം പോലും അതിനൊന്നും ഈ വൈജേനെ കിട്ടത്തൊന്നുമില്ല. അല്ല, അമ്മയ്ക്ക് ചായ വേണ്ടേ? പിന്നെ അവർക്കെടുത്ത് ചായ അല്ലേ, കണ്ട് എച്ചിൽ കുടിക്കാനൊന്നും എന്നെ കിട്ടത്തൊന്നുമില്ല. വൈജയന്തിക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട. അത് കേട്ടപ്പത്തിനും വൈജയ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, പോയി അച്ഛനോട് പറഞ്ഞു കൊടുക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇവിടുമാരൊക്കെ എന്തിനാ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്? നാട്ടുകാർ കണ്ടിട്ടുണ്ട് ഇനി എന്തൊക്കെ പറയുന്ന ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. ഒന്നും മിണ്ടാതെ കൃഷ്ണമോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയം ബബിത ശരണ്യയ്ക്കും ഒക്കെ അവിടെ ചായയായിട്ട് അങ്ങ് ചെന്നു. അങ്ങനെ ചായ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ശരണ്യയുടെ അമ്മ പറഞ്ഞു, വേണ്ടിയിരുന്നില്ല മോളെ എന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഒരു ചായ പോലും തരാൻ ഞങ്ങൾക്ക് വിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ചായ മാത്രം ആക്കണ്ട, ഉച്ചയ്ക്ക് ഊണ് കൊടുക്കണം. ബബിത, ഊണ് കൊടുക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതെ, ഞാനവിടെ ചെന്ന് കഴിയുമ്പോഴേ എപ്പോഴും എന്നെ ആഹാരം കഴിപ്പിച്ചിട്ട് വിടാറുള്ളൂ. ശരണ്യ പറഞ്ഞു, വെറുതെ പറഞ്ഞാൽ ബബിതേച്ചി. എനിക്ക് തരുന്ന ആഹാരത്തിൽ നിന്ന് കൈയിട്ട് വാരി കഴിക്കും എന്നിട്ടാ പറയണേ എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ ചിരിക്കുകയാണ്. ആ സമയത്ത് ബബിത പറഞ്ഞു, ആ ഓട്ടോക്കാരെ ഷായിച്ചേട്ടനല്ലേ, പുള്ളിക്കാരൻ പുറത്ത് നിൽക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് ചോദിച്ചു. വേണ്ട, എനിക്കിപ്പോൾ നടക്കുന്നതിനൊന്നും പ്രശ്നമില്ല, ഞാൻ അവിടേക്ക് പോയി കണ്ടോളാം, ഷായിച്ചേട്ടനെ കണ്ട് സംസാരിച്ചോളാം പറഞ്ഞുകൊണ്ട് അലീന എഴുന്നേറ്റ് ഷാജിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് രോഹിത്തിനോട്ട് ഷാജി ചോദിച്ചു, അല്ല നീ കോളേജിലൊക്കെ പോകുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പം കോളേജിൽ പോകണില്ലെന്ന് ചോദിച്ചു. പോകുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ? അത് പിന്നെ പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും ഇതെങ്ങനെ ഈ കൂട്ടുകെട്ടിനകത്ത് എന്ന് പെട്ടു? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊന്നും വന്ന് ചാടേണ്ടവനല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, പറ്റിപ്പോയി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലോ എന്ന് പറഞ്ഞു. എല്ലാം കൂട്ടുകെട്ട് കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ ആ ശരണ്യ ഉണ്ടല്ലോ, അതൊരു പാവം പിടിച്ച പെങ്കൊച്ചാന്നൊക്കെ ഇങ്ങനെ ഷാജി പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അലീനെ ശരണ്യൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അലീന വന്നിട്ട് ഷാജിയോട് ചോദിച്ചു, ഷാജി ചേട്ടാ എന്തുണ്ട് വിശേഷം? അമ്മേ അനുജത്തേക്ക് എന്തെടുക്കണമെന്ന് ചോദിച്ചു. അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, പനി പിടിച്ചു പോയി ഷാജി ചേട്ടാ, എന്ത് ചെയ്യാനാ? അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ഇവളുണ്ടല്ലോ ശരണ്യ, അവിടെ നിരാഹാരം നടത്തുമായിരുന്നു, അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവളെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറഞ്ഞു. ഷാജി ചേട്ടാ ഊണ് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അത് വേണ്ടാന്നേ, ഊണ് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ പോയിക്കോളാന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? ഞാനവിടെ ഒന്ന് മൂക്കുമുട്ട തിന്നിട്ട് പോന്നിട്ടുള്ളതല്ലേ ഇതിനു മുമ്പ്. അത് പിന്നെ അത് എൻ്റെ വീടല്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം അത് ഷായിച്ചേൻ്റെ വീടായിരുന്നു. അപ്പം ഇതോ? അത് പിന്നെ ഇത് നിൻ്റെ വീടല്ലല്ലോ, നീ ജോലി ചെയ്യുന്ന വീട് അല്ലേന്ന് ചോദിച്ചു. അങ്ങനെ ഇവിടെ വന്നിട്ട് ഷായിച്ചേട്ടൻ അങ്ങനെയാണ് തോന്നിയത്. അല്ല, ഇവിടെയുള്ളവർക്ക് നിന്നോട് സ്നേഹവും അടുപ്പമൊക്കെ ഉണ്ട്, പിന്നെന്താ ഷായിച്ചേട്ടാ?
ഷായച്ചേട്ടൻ കഴിച്ചിട്ട് പോയാൽ മതി. ഞാൻ ഇവിടുത്തെ ജോലിക്കാരെയാണെന്ന് ഷായച്ചേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതില്ല, നല്ല സ്നേഹവും അടുപ്പൊക്കെ ഇവർക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് അതാ പറഞ്ഞേ, ഇതെൻ്റെ വീട് പോലെയല്ലേ. അപ്പം ഷായച്ചേട്ടൻ ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതെ, അധിക സമയം എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, നല്ല നടുവിന് വേനയുണ്ട്, ഞാൻ പോയി കിടന്നോട്ടെ എന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അലീനെ അകത്തേക്ക് കയറിപ്പോയപ്പോൾ രോഹിത്തും ഷാജിയും കൂടെ സംസാരിക്കുകയാണ്. ഈ സമയത്ത് ഭവിത ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. ബാലേന്ദ്രൻ തിരക്കിട്ട കുറേ ജോലിയിലായിരുന്നു. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെ, എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞു. ഭവിത പറഞ്ഞു, ആഹാ, ഇതാ ഇപ്പം നന്നായത്. അതെ, ഞാൻ അധിക സമയം ഇവിടെ നിന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതല്ല, എനിക്ക് അതിനേക്കാളും വലിയ തിരക്കുണ്ടെന്ന് പറഞ്ഞു. നിനക്കെന്ത് തിരക്ക്? അതെ, ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഗസ്റ്റുകളോ? ഏത് ഗസ്റ്റ്? അത് പിന്നെ ആ ശരണ്യയില്ലേ? ശരണ്യോ? അതേനേ, ശരണ്യയുടെ അമ്മയും വന്നിട്ടുണ്ട്, ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി. ഓ, പെട്ടെന്ന് ബാലേന്ദ്രൻ എഴുന്നേറ്റു. എന്നിട്ട് എപ്പോഴാണ് അവർ വന്നേ? ഇത്ര സമയമായി വന്നിട്ട്. അല്ല, രോഹിത്ത് കണ്ടോ? അതൊക്കെ എപ്പോഴേ കണ്ടു. അല്ല, അലീനയോ? ആ, അലീനേച്ചിയെ കാണാൻ വേണ്ടി വന്ന, പനിയാന്ന് അറിഞ്ഞുകൊണ്ട് വന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഓട്ടോക്കാരെ ഷായിച്ചേട്ടനുണ്ട് അലീനേച്ചിയെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പവതിയെന്ന് നോക്കി ബാലേന്ദ്രൻ. എന്നിട്ട് പറഞ്ഞു, മോളെ, അവരെ നമ്മൾ വേണ്ട പോലെ പരിഗണിക്കണം. അറിയാലോ, രോഹിത് ഇപ്പോൾ ഈ വീട്ടിൽ നിൽക്കാൻ കാരണം തന്നെ അവരാ. ഒരു പക്ഷേങ്കിൽ ആ കുട്ടി പോയി കോടതി സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ രോഹിത് ഇപ്പോഴും അകത്ത് തന്നെ കിടന്നേണം. അപ്പോൾ അവർക്ക് വേണ്ട പരിഗണന നമ്മൾ കൊടുക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് കാരണം ആ കുട്ടിയാന്ന് പറഞ്ഞു. അങ്ങനെ ബബിതയോട് ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം, നീ പോയിക്കൊള്ളാൻ പറഞ്ഞു. പിന്നീട് എന്ത് ചെയ്തു? ബബിത എന്നിട്ട് ശരണ്യയും അതുപോലെ ശരണ്യയുടെ അമ്മേനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന് ആഹാരം കഴിക്കാനായിട്ട് പിടിച്ചിരുത്തുവാണ് ഡൈനിങ് ടേബിളിൽ. അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതെ, ആഹാരം കഴിക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് ശരണ്യയുടെ അമ്മ പറഞ്ഞു, അല്ല, അത് പിന്നെ ഞങ്ങൾ എന്താ കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് പിന്നെ വേണ്ട, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. എന്താ? അല്ല, ഞാൻ കൈ തന്നാൽ മതി, ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചോളാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെന്താ? ഇവിടെ ഞങ്ങൾക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഇത്രയും വലിയ വീട്ടിൽ ഞങ്ങൾ ഇതിനായിട്ടും കയറിയിരുന്ന് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതെ, വലിയ വീട് ചെറിയ വീടെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ബബിത പറഞ്ഞു. ഇവിടെ ഇരുന്ന് മര്യാദയ്ക്ക് കഴിക്കാൻ നോക്ക്. അപ്പോഴേക്കാണ് ബാലേന്ദ്രൻ വരുന്നത്. ബാലേന്ദ്രൻ വന്നിട്ട് ശരണ്യനെ ഇനി നോക്കി. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അച്ഛാ, ഇതാണ് ശരണ്യ. ശരണ്യയുടെ അടുത്തേക്ക് എന്നിട്ട് ആ മുടിയിഴകളിലൊക്കെ തലോടുവാണ് ബാലേന്ദ്രൻ. മോളെ, നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ രോഹിത് ഇപ്പോൾ ഒരു കാരണവശാലും പുറത്തിറങ്ങില്ലായിരുന്നു. നീ കോടതിയിലെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, ആരൊക്കെ എതിർത്തിട്ട് നീ അത് വിളിച്ചു പറഞ്ഞില്ലേ? അപ്പോഴേക്കും ശരണ്യ പറഞ്ഞു, എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം നിരപരാധിയായ ഒരാൾ ഈ പറയുന്ന രോഹിത്തേട്ടൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ശരിയാ, അതൊക്കെ ശരി തന്നെയായിരിക്കും, എന്നാലും അവനോട് ഉണ്ടായിരുന്നല്ലോ, അപ്പം അവന് വേണ്ടിയിട്ട് ഞാൻ മോളോട് ക്ഷമ ചോദിക്കുമെന്ന് പറഞ്ഞു. ക്ഷമയൊന്നും ചോദിക്കണ്ട അങ്ങളെ. ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ, എനിക്കറിയാം നിൻ്റെ മാനസികാവസ്ഥ എന്താന്ന്, നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നീ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. പിന്നീട് ശരണ്യയുടെ അമ്മയോട് പറഞ്ഞു, ഇവളുടെ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, ഇവള് മിടിക്കുക, ഇവള് നല്ല രീതിയിൽ എത്തുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഈ കുടുംബത്തിലെ ഈ സന്തോഷം നിലനിൽക്കുന്നതിന് പ്രധാന കാരണം ഇവളാണ്, ഇവളില്ലായിരുന്നെങ്കിലോ ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറഞ്ഞു. രോഹിത് ഇപ്പോഴും അകത്ത് കിടന്നേനം, അത് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറം എനിക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് നന്ദി വാക്ക് പറയുന്നുണ്ട് ബാലേന്ദ്രൻ അത്ര സന്തോഷമുള്ള കാര്യമായിരുന്നു, കാരണം ഇവരിങ്ങോട്ടേക്ക് വന്നല്ലോ, ആ ഒരു സന്തോഷം ബാലേന്ദ്രൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, നിങ്ങളിരുന്ന് കഴിക്കുക, ഞാൻ ഓട്ടോക്കാരൻ ഷാജി ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ശരണ്യയുടെ അമ്മേനെ അവിടെ പിടിച്ചിരുത്തി ആഹാരം വിളമ്പി കൊടുക്കുകയാണ്, കൃഷ്ണയും ഭവിതയും കൂടെ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി കഥകളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.